ഇനി നാളെ നന്ദൻ വരാതിരിക്കോ? ദേവിക ബ്ലോക്ക് ചെയ്യോ? നാളെ നന്ദന്റെ ചേച്ചിയുടെ വീട്ടില് എന്തോ ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് നന്ദൻ ഒന്ന് പിന്നോട്ട് നിന്നു. പക്ഷെ അത് ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. ഋഷി ചോദിച്ചത് നേരെ, ദേവിക ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനൊരു മരുന്ന് ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ ഡിവോഴ്സും നിങ്ങളുടെ കല്യാണം നടക്കണം. നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീ കണ്ടോ എന്റെ പ്രേതാത്മാവേ? അതിരിക്കട്ടെ, ആ മുറി തന്നെ അടച്ചിരുന്ന് നിനക്ക് ബോറടിക്കുന്നില്ലേ? ബോറോ? ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വ്രതമെടുക്കല എനിക്കിത്. ബോറടിയല്ല, സന്തോഷവും ആവേശവും എനിക്ക്. ചന്ദ്രോത്ത് തകർന്ന് തരിപ്പണമായിട്ട് ഞാൻ പുറത്തേക്കൊരു ഇറക്കമുണ്ട് ഇസബല്ല. ആ ദിവസം എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ശരി, ഞാൻ ഫോൺ വെക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാമേ. നാളെ സംഭവബഹുലമായൊരു ദിവസമാണ്. ദേവികയുടെ നന്ദന്റെയും ജീവിതത്തില് നാളെ ഒരു ബോംബ് വീഴും. മോനെ വേണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രതികാരവും പകരം ചോദിക്കലും ഒക്കെ കഴിഞ്ഞു. അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം വേണ്ടേ? മരിച്ചതായിട്ട് അഭിനയിച്ച് നീ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അമ്മേ, മരിച്ചതിന് തുല്യമായിട്ട് ഞാൻ എത്രയോ കാലം ഈ മുറി കിടന്നതാ. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഈസി ആയിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നിനക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മോന്റെ ജീവിതം ഇങ്ങനെ പ്രതികാരമൊന്നും പറഞ്ഞ് ഇല്ലാണ്ടാക്കുന്നത് എനിക്ക് താങ്ങാനാവുന്നില്ല. അമ്മേ, ലീനയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. നിന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നത് നിനക്ക് ഇഷ്ടാവുന്നാണോ? അവള് നല്ലൊരു കുട്ടിയാ. നീ മിടുക്കനായ ഒരാളായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അവക്ക് വേണ്ടി നീ സ്വയം മറന്ന് ഓരോന്ന് ചെയ്യുന്നതില് അവളുടെ ആത്മാവ് വിഷമിക്കുമായിരിക്കും. അമ്മേ, എനിക്ക് അമ്മയോട് തർക്കിക്കാൻ വയ്യ. എന്റെ തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ എന്തായാലും മാറുന്ന പ്രശ്നമില്ല. മോനെ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാ ഞാനെല്ലാം അറിയിക്കേണ്ടവരെ അറിയിക്കും. നീ ഇപ്പൊ ചെയ്യുന്നത് വലിയൊരു കുറ്റം കൂടിയാ. അമ്മ അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ. ഞാൻ ചെയ്യുന്നത് അമ്മയ്ക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് കുറ്റമല്ല, കുറ്റവാളികൾക്കുള്ള ശിക്ഷയാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അമ്മയ്ക്ക് എന്നെ ജയിലിലാക്കണമെന്നാണെങ്കിൽ ആയിക്കോ, ഞാൻ സന്തോഷത്തോടെ ശിക്ഷ ഏറ്റുവാങ്ങാം. മോനെ, ഞാൻ അമ്മേ, ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിലാണ് എന്നെ അമ്മ തോൽപ്പിക്കരുത്.